ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിലെ കൊളോണിയലിസം ആൻഡ് നാഷണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ഒരു കാഴ്ചപ്പാടും അതിൻ്റെ ചരിത്ര ഭാഗങ്ങളുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2ാം ലോക മഹായുദ്ധവും ദേശീയ പ്രസ്ഥാനം ചെലുത്തിയ സ്വാധീനവും എന്നുള്ളതാണ് നമുക്ക് ഈ പാഠത്തിൽ ആദ്യമായി പഠിക്കാനുള്ള ഭാഗം. ഈ ഒരു പാഠഭാഗത്തിൽ നമുക്കറിയാം, 1ാം ലോക മഹായുദ്ധം കഴിയുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലെ ആളുകൾക്കിടയിലുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വരികയാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്രമായ രാജ്യമായി നമുക്ക് മാറണമെന്ന കാഴ്ചപ്പാടുകൾ ഒരുപാട് കാലങ്ങളായി ആളുകൾക്കിടയിൽ ഉണ്ടായതിന് പിന്നിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിന്റെ ഭാഗമായി നമുക്കറിയാം, 1ാം സ്വാതന്ത്ര്യ സമരം 1850കളിൽ തുടങ്ങി 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത് അല്ലെ. നമുക്ക് 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു, അന്നത്തെ ഇന്ത്യയിലെ ചരിത്ര സംഭവങ്ങൾ എന്തായിരുന്നു എന്നൊന്ന് ചർച്ച ചെയ്യാം. 1939 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്ന, അന്നത്തെ വ്യവസായി ആയിരുന്ന ലിങ്തോയുടെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യ 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ പോരാട്ടം നടത്തും എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നത്. ഈ ലിങ്തോയുടെ ഈ ആശയത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് ഇന്ത്യയിലെ ദേശീയ നേതാക്കളുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങളുടെയോ അഭിപ്രായങ്ങൾ അദ്ദേഹം മാനിച്ചിരുന്നില്ല. മറിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് താൻ. അതുകൊണ്ട് തന്റെ നിലപാടാണ് ഇന്ത്യയുടെ നിലപാട് എന്ന നിലയിലായിരുന്നു ലിങ്തോയുടെ ഈ ഒരു പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ഇന്ത്യ ജർമ്മനിക്കെതിരെ പോരാടുന്ന ബ്രിട്ടന്റെ കൂടെയുള്ള സഖ്യത്തിന്റെ കൂടെയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അതേ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം, 1930 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ദേശീയ പ്രസ്ഥാനം അതിന്റെ ഏറ്റവും ഉച്ചിന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ 1939 എന്നൊക്കെ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആളുകളുടെ ഇടയിലുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വരികയാണ്. ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലിന് കീഴിൽ കാലങ്ങൾ കഴിച്ചു കൂട്ടേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ എത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി സമര പോരാട്ടങ്ങൾ നടത്തിയത് മുൻ പാഠങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു കാലഘട്ടത്തില് ഇന്ത്യയിലെ ആളുകൾക്ക് താങ്കൾക്ക് സ്വതന്ത്രമാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാനികളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന വിൻസൻ ചർച്ചിനെ പോലെയുള്ള ആളുകളുടെ കാഴ്ചപ്പാടില് ഇന്ത്യയോ തങ്ങളുടെ കോളനിയായി അടക്കി ഭരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ഈ വിൻസൻ ചർച്ചിലിനെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇതായിരുന്നു 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൈസ്രായി ആയിരുന്ന ലിങ്തോയുടെ ഏകപക്ഷീയമായ യുദ്ധ പ്രഖ്യാപനം എങ്ങനെയായിരുന്നു നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1939 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ അദ്ദേഹം വൈസ്രായി ആയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. എന്താണ്? ഇന്ത്യ ജർമ്മനിക്കെതിരെ പോരാട്ടം നടത്തുമെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യ ബ്രിട്ടന്റെ കീഴിലുള്ള രാഷ്ട്രങ്ങളുടെ ചേരിയിലായിരിക്കും 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത്, ഈ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുണ്ടായിരുന്ന സൈന്യം അല്ലെ, ബ്രിട്ടന്റെ കീഴിലുള്ള സൈന്യത്തിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി ആളുകളെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആ റിക്രൂട്ട് ചെയ്യുന്ന സംവിധാനം എങ്ങനെയായിരുന്നു, അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഇന്ത്യ എന്നത് വളരെയധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്ന് വലിയ ഒരു സൈന്യത്തെ താങ്കൾക്ക് സംഘടിപ്പിക്കുന്നത് 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ താങ്കളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യം ഈ ബ്രിട്ടൻ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ 1945 ആയപ്പോഴേക്കും ഈ പറയുന്ന ആർമിയിൽ നിരവധി ആളുകൾ ഇന്ത്യക്കാരായിരുന്നു. നമുക്കറിയാം, 47 ആകുമ്പോഴേക്കും ഇത് സ്വതന്ത്രമാകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ 2.5 ലക്ഷത്തോളം സൈനികര് ഇന്ത്യക്കാരായിരുന്നു ബ്രിട്ടന്റെ സൈന്യത്തിലെ. 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈന്യത്തിന്റെ ഒരു മെജോറിറ്റി പാർട്ടിലും ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതാണ്.
ഇതിലേക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യയിൽ. ചരിത്രാംശങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങി ആണെങ്കിൽ ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയിരുന്ന പോരാട്ടങ്ങളുടെ ഫലമായി പിൻകാലത്ത് ബംഗാളിൽ വന്നിട്ടുള്ള ഭക്ഷ്യക്ഷാമമൊക്കെ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റിയ ചരിത്ര ഭാഗങ്ങളാണ്. അപ്പൊ ഈ തൊഴിലില്ലായ്മയായിരുന്നു ഇന്ത്യക്കാരായ ആളുകൾ ബ്രിട്ടന്റെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സൈന്യത്തിനോടൊപ്പം ചേരാനുണ്ടായിരുന്ന കാരണമായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഈ പാഠഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കോൺഗ്രസ് പ്രവിശ്യ മന്ത്രിസഭകളുടെ രാജിയാണ്. 1939 തന്നെയാണ് ഈ സംഭവ വികാസങ്ങളും ഇന്ത്യയിൽ നടക്കുന്നത്. നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഇന്ത്യയെ അവർ വ്യത്യസ്തമായ പ്രവിശ്യകളായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അവർ കീഴടക്കിയ പ്രദേശങ്ങളെ വ്യത്യസ്ത പ്രവിശ്യകളായിട്ടായിരുന്നു അവർ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ഒരു വേറിട്ട സമര പോരാട്ടമായിരുന്നു ഈ പ്രവിശ്യകളിൽ നിന്നുള്ള രാജ്യം. ഇതിന്റെ ഭാഗമായി 1939 ഒക്ടോബറിൽ 7 പ്രവിശ്യകളിലെ മന്ത്രിസഭകളിൽ നിന്നും കോൺഗ്രസിന്റെ ആളുകൾ രാജി പ്രഖ്യാപിക്കുകയാണ്. ഈ രാജി ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള പിന്തുണ പിൻവലിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഇന്ത്യൻ ജനത എത്തിച്ചേരുകയാണ്. ഇതേ തുടർന്ന് ഗവർണർമാരായി 1935 നിയമത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ പ്രവിശ്യകളുടെ ഭരണം വീണ്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തെങ്കിലും ബ്രിട്ടൻ ഇത് വലിയൊരു പരാജയമായിരുന്നു. അതിന് പിന്നിലെ പ്രധാന കാരണം പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ആ പ്രദേശത്തെ കൂടുതൽ സ്വാധീനം കണ്ടെത്തിയിരുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം രാജിവെച്ചു എന്നുള്ളത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു ഘടകമായിരുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കാം. ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് 1940 നടത്തിയിരുന്ന ഒരു പദ്ധതിയുണ്ട്. അത് രാഷ്ട്രീയപരമായ ഒരു പ്രതിസന്ധിയായിരുന്നു യഥാർത്ഥത്തിൽ. അതെന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 1940 ഓഗസ്റ്റിൽ അന്നത്തെ വിസ്രായി ആയിരുന്ന നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ലിത്ഗോ എന്ന് പറയപ്പെടുന്ന പ്രഭു, അദ്ദേഹത്തിന്റെ ഒരു ഓഫറുണ്ട്. ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി നൽകാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. എന്നാൽ ഇന്ത്യക്കാർ ഈ സമയമായപ്പോഴേക്കും 1940 ആയപ്പോഴേക്കും ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വരികയാണ്. സ്വന്തമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു ഡൊമിനിയൻ പദവി കിട്ടുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടും ഗാന്ധിയെ പോലെയുള്ള, നെഹ്റുവിനെ പോലെയുള്ള, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള അനവധി ദേശീയ നേതാക്കളുടെ ഇടപെടലുകളെ കൊണ്ട് നമുക്ക് സ്വതന്ത്രമായ ഒരു സ്വരാജ് എന്ന ആശയത്തിലേക്ക് ഈ കാലഘട്ടമായപ്പോഴേക്കും ഇന്ത്യക്കാർ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ സമയമായപ്പോഴേക്കും ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന്റെ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്നുള്ള ഒരു ആശയത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. പാകിസ്ഥാൻ എന്ന പേരിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു മുസ്ലിം രാജ്യം വേണമെന്ന കാഴ്ചപ്പാടിലേക്ക് മുസ്ലിം ലീഗ് കടന്നു ചെല്ലുകയാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ കയ്യിലുള്ള ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറച്ച സാഹചര്യം എത്തിയപ്പോൾ അവർ ഇതിനെ ഒരു കരുവാക്കി മാറ്റി. ഇന്ത്യയിലുണ്ടായിരുന്ന മതസൗഹാർദ്ദത്തെ തകർക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവർ ചേരി തിരിച്ച് പോരാട്ടങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പിൻകാലത്തെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പോരാട്ടങ്ങളും മതപരമായ സംഘർഷങ്ങളും നമുക്ക് ചരിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കും. അടുത്തതായി ഈ പാഠഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വ്യക്തിഗത സത്യാഗ്രഹം. ഇതൊരു തത്വപരമായ പ്രതിഷേധമായിരുന്നു. ഇതും നടക്കുന്നത് 1940കളിലാണ്. ബ്രിട്ടന്റെ യുദ്ധതന്ത്രങ്ങളെ പിന്തുണക്കുന്നതിനെതിരെ ഇന്ത്യയിൽ ഒരു പ്രത്യേക പോരാട്ടം നടക്കുകയാണ്. പ്രധാനമായും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാത്മകമായ പ്രതിഷേധങ്ങളായിരുന്നു ഇതിന്റെ യഥാർത്ഥ മുഖങ്ങൾ. തീർത്തും ഗാന്ധിയുടെ ഒരു ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിന് ശേഷം അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികൾ ഇന്ത്യയിൽ നേരിട്ടിരുന്നു. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്താഗതികളിൽ അഹിംസാത്മകമായ സമരമാർഗങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ
യുവാക്കളുടെ ചോരത്തിളപ്പിന്റെ പോരാട്ടങ്ങളും അല്ലെങ്കിൽ അക്രമോത്സകമായ പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ആശയത്തിൽ നിന്നും ആളുകളെ വളരെ പിന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ടതും ചരിത്രത്തിൽ നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ടതുമായ ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങളെല്ലാം സാമ്പത്തികപരമായും മാനസികപരമായും തളർന്നു പോകുന്ന സാഹചര്യം നമ്മളെല്ലാവരും ചരിത്രത്തിൽ നിന്ന് കണ്ടു. ഈ ഒരു സാഹചര്യത്തിൽ 1943 ബംഗാളിൽ അതിശക്തമായ ഒരു ക്ഷാമം നേരിടുന്നു. ഇതിന്റെ ഭാഗമായി ഒട്ടനവധി ജനങ്ങൾ മരിക്കുന്നുണ്ട്. അതിരൂക്ഷമായ ക്ഷാമം മൂലം ഇന്ത്യയിലെ ഒട്ടനവധി ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായി. ഇതിനു പിന്നിലെ പ്രധാന കാരണം പരിശോധിക്കുന്ന സമയത്ത് കിഴക്കൻ ഏഷ്യയിൽ ജപ്പാന്റെ മുന്നേറ്റം തടയുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ ഭയം ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 1942 ഏപ്രിലിൽ നടത്തിയിരുന്ന ക്രിപ്സ് മിഷന്റെ പരാജയം ബ്രിട്ടീഷ് സർക്കാരിന്റെ മേലുള്ള ആളുകളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയാണ്. ജപ്പാന് മുകളിൽ സമ്മർദ്ദം സ്ഥാപിക്കുന്നതിക്കണം എന്ന ആശയത്തിന് പിന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയിരുന്ന പദ്ധതികളുടെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ ബംഗാളിൽ അതിരൂക്ഷമായ ക്ഷാമം നേരിടുന്നത്. ഇത് ആളുകൾക്കിടയിൽ ബ്രിട്ടനോടുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീർന്നു. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകളും അതിന്റെ ലക്ഷ്യങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രവേശനത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു മുഖമാണ് യഥാർത്ഥത്തിൽ ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ജനങ്ങളെല്ലാവരും ഒരേ നിലപാടിൽ നമുക്ക് പോരാട്ടങ്ങൾ നടത്തി അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ ഏതു വിധേനയും കണ്ടെത്താമെന്നുള്ള ഒരു ലക്ഷ്യത്തിനു പിന്നിലാണ് ഇന്ത്യ സ്വതന്ത്രമാകുക അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു രാജ്യം സ്ഥാപിക്കുക എന്നുള്ള രാഷ്ട്രീയത്തിലേക്ക് ആളുകളെ ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എത്തിച്ചേർക്കുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രധാനമായും 2 തലത്തിലുള്ള നിലപാടുകളായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത്. ഒന്ന് ഗാന്ധിയൻ മാർഗം, നമുക്കറിയാം, അഹിംസയിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും രാജികളിലൂടെയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞു നിർത്തി മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംവിധാനങ്ങളിലൂടെയും നീങ്ങുന്ന ഗാന്ധിയൻ രീതി. മറ്റൊന്ന് പോരാട്ടങ്ങൾ നടത്തുന്ന യുവാക്കളുടെ പോരാട്ട മാർഗവുമായിരുന്നു രണ്ടാമത്തെ മാർഗം. ഈ ഒരു രീതിയിലായിരുന്നു ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടു കൂടിയിട്ടുള്ള ആളുകളുടെ നിലപാട്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് നമുക്കറിയാം അക്രമോത്സകമായ പ്രവർത്തനങ്ങൾ കൂടുകയും പ്രതിഷേധ രീതികൾ ഉൾപ്പെടുന്ന ഗാന്ധിയുടെ അഹിംസാ രീതി തീരെ ഇല്ലാത്തതുമായ സംവിധാനമായിരുന്നു. എന്നാൽ ഈ 2 സംവിധാനങ്ങളുടെയും സംയുക്തമായ ഒരു പോരാട്ട മുഖം ഇന്ത്യയിൽ ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭരണത്തിന് കീഴിലുള്ള കാലിന് കീഴിലുള്ള മണ്ണൊലിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഗാന്ധിഗിരിയുടെ ഒരു പ്രസ്താവനയുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോരാട്ട വീര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായ ഗാന്ധിയുടെ ഒരു വാക്കുകളുണ്ട്. അതിങ്ങനെയാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഡു ഓർ ഡൈ എന്ന് പറയാറുണ്ട് അല്ലെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധി അക്കാലം അത്രയും ഉണ്ടായിരുന്ന തന്റെ തത്വചിന്താഗതിയും തന്റെ പോരാട്ട മാർഗങ്ങൾക്കും മാറ്റം വരുത്തിക്കൊണ്ട് ഗാന്ധി ഉയർത്തിയിരുന്ന ഒരു നിലപാടാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവലയിൽ ടാങ്ക് മൈതാനത്ത് വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഔപചാരികമായ തുടക്കം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇതിലാണ് ഗാന്ധി തന്റെ ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തത്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നേതാക്കളെ ഈ ഒരു സമരത്തിനു പിന്നീട് ഈ ഒരു സമര കാരണമായി കോൺഗ്രസിലെ ഒട്ടനവധി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗാന്ധി ഉൾപ്പെടുന്ന, നെഹ്റു ഉൾപ്പെടുന്ന പ്രധാന ദേശീയ നേതാക്കളെ എല്ലാവരെയും ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ അറസ്റ്റുകൾ അവർ ഉദ്ദേശിച്ചിരുന്നതിനേക്കാൾ ഭയാനകരമായിരുന്നു അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത്. ഗാന്ധിയെയും നെഹ്റുവിനെയും പോലെയുള്ള തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനകീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് വഴി ആളുകളുടെ ഉള്ളിലുള്ള വികാരത്തെ അത് വലിയ രീതിയിൽ സ്വാധീനിച്ചു.
അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അഴിച്ചുവിടുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതിനെ തടയാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഈ പോരാട്ടങ്ങൾ. ഈ ഒരു സാഹചര്യത്തോട് കൂടിയിട്ട് ഇന്ത്യയിലെ ആളുകൾക്ക് ആകസ്മികവും സ്വയംഭരണവുമായ ഒരു ഭരണം വേണമെന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ എത്തിച്ചേരുകയാണ്. ഇതിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തകന്മാരും വിദ്യാർത്ഥികളും സാധാരണക്കാരും ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വ്യാപകമായ 2 ഘട്ടങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഗാന്ധിയൻ മാർഗവും മറ്റൊന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യുവജനങ്ങളുടെ ഒരു പോരാട്ട വിഭാഗത്തെക്കുറിച്ചും. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള സമാന്തരമായ സർക്കാരുകളെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന സർക്കാരുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കിഴക്കൻ യുപിയിൽ ഉണ്ടായിരുന്ന ബല്ലിയ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ബംഗാളിലെ മെദിനിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തെ തമ്രലിപ്ത ജാതിയ സർക്കാർ എന്ന് പറയപ്പെടുന്ന ഒരു സർക്കാർ ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ സത്താറ എന്ന് പറയപ്പെടുന്ന പ്രതി സർക്കാർ ആണ് അവിടുത്തെ സർക്കാരായിട്ട് നിലനിന്നിരുന്നത്. ഇതൊക്കെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമാന്തര സർക്കാരുകളിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ പ്രവിശ്യകളിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനങ്ങൾ എന്നൊന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവിന്റെയും അദ്ദേഹത്തിന്റെ സംഘടനയുടെയും അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു സൈന്യത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വശത്തേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1939 കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഇത് തീർത്തും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം നിലയുറച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പലയിടങ്ങളിലായി ഇവർ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന ഒരൊറ്റ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒട്ടനവധി പോരാട്ടങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹം INA എന്ന് പറയപ്പെടുന്ന ഒരു സൈനിക സേനയെ കണ്ടെത്തുന്നുണ്ട്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന പേരിലായിരുന്നു ഇതിനെ അറിയപ്പെട്ടിരുന്നത്. വീട്ടുതരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ജർമ്മനിയിലേക്കും അവിടെ നിന്നും ജപ്പാനിലേക്കും എത്തി അവസാനം ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയിരുന്ന ഒരു സൈന്യമായിരുന്നു INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്ന ഒരു സൈനിക സംഘം. ഇത് വളരെ വലിയ രീതിയിലുള്ള ആഘാതം ബ്രിട്ടീഷ് ഗവൺമെന്റിനുണ്ടാക്കി. ഗാന്ധിയുടെ അഹിംസാ മാർഗങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവില്ല. കാരണം പകരം സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകളുടെ നിരന്തരമായ ഇത്തരം പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിരന്തരമായ തലവേദനകൾ സൃഷ്ടിച്ചതിന് പിന്നിലാണ്. അതോടൊപ്പം ഗാന്ധിയൻ രീതിയിലൂടെ സമന്വയിക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന നമ്മുടെ രാജ്യം സ്വതന്ത്രമായ ഒരു രാജ്യമായിട്ട് നിലയുറക്കുന്നത്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു എന്നൊന്ന് ചരിത്രത്തിൽ പരിശോധിക്കാം. 2ാം ലോക മഹായുദ്ധം തുടങ്ങിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വചിന്ത അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്ന് പറയുന്നത് ഇത് കേവലം സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അവർ തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമാണ് ഈ 2ാം ലോക മഹായുദ്ധം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നുണ്ടെങ്കിൽ പിന്നീട് USSR ഈ ഒരു യുദ്ധത്തിലേക്ക് വരുന്നതോട് കൂടിയിട്ട് അവരുടെ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അവരവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ USSR നമുക്കറിയാം എന്താണ്? USSR കമ്മ്യൂണിസ്റ്റ് ചായവുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പിന്തുണക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ നിലപാടുകളോട് കൂടുതൽ അടുപ്പമുള്ള അല്ലെങ്കിൽ താങ്കളുടെ നിലപാടിന് വേണ്ടി നിലനിർത്തുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലക്ക് അവർ USSRനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു 1941കളിൽ നമുക്ക് ചരിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിനെ ഇവർ ജനകീയ യുദ്ധമായിട്ടായിരുന്നു 2ാം ലോക മഹായുദ്ധത്തെ കണ്ടിരുന്നത്. അതിനെ പിന്നിലെ പ്രധാന കാരണം നമ്മൾ പറഞ്ഞ എന്താണ്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കൂടുതൽ കിടപിടിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ ആശയങ്ങളോട് കൂടുതൽ സാമ്യമുള്ള അല്ലെങ്കിൽ താങ്കളുടെ ആശയത്തിന് വേണ്ടി നിലനിർത്തുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒത്തുപോവുക എന്നുള്ളൊരു ആശയമായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്.
ഇനി നമുക്ക് രഹസ്യ സാഹിത്യവും ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷോഭങ്ങളെ കുറിച്ചുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ പാഠഭാഗത്തിൽ. നമുക്കറിയാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഈ പറയപ്പെടുന്ന റേഡിയോകളാണെങ്കിലും മറ്റ് സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഏതൊരു സംവിധാനമാണെങ്കിലും അത് അവരുടെ കീഴിലുണ്ടായിരുന്ന ഒരു സംവിധാനമായി ഒത്തിണക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു ചരിത്ര ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിരുന്നാലും ഉഷാ മേത്തയെ പോലെയുള്ള ബോംബെയിലെ രഹസ്യ റേഡിയോ ട്രാൻസ്മിറ്ററുകൾ കോൺഗ്രസിന്റെ നിലപാടുകൾ പറയുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിലനിൽക്കുന്നതായി ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ സ്വാധീനങ്ങൾ ചെലുത്തുകയും സ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്ന ആശയം ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനും ഈ ചരിത്ര ഭാഗങ്ങളെല്ലാം കാരണമായി എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകാം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ബംഗാൾ ക്ഷാമത്തിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമുണ്ട്. അതിൽ പറയുന്നത് 3 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു ക്ഷാമത്തിന്റെ ഫലമായി 1943 ബംഗാളിൽ മരിക്കുന്നത് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്ക് വർഗീയമായ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ നിലനിന്നിരുന്നു, അതിന്റെ ഭാഗങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പിന്നീട് ഇന്ത്യയെ വിഭജനം എന്ന് പറയപ്പെടുന്ന വലിയൊരു ആയമേറിയ ഒരു കിണറ്റിലേക്ക് തള്ളിയിടുന്ന ചരിത്ര ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1949 ആകുമ്പോഴേക്കും ലാഹോർ പ്രമേയത്തിലൂടെ ഇന്ത്യയുടെ മതമൈത്രിയെ തകർത്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയിൽ നിന്നും വേറിട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിനു പിന്നിലെ പ്രധാന കാരണം മുൻ ചാപ്റ്ററുകളിൽ അല്ലെങ്കിൽ മുൻ പാഠഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതിന് പിന്നിലുണ്ടായിരുന്ന താല്പര്യം. അതിന്റെ ഭാഗമായി ലാഹോർ പ്രമേയത്തിലൂടെ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു സ്വതന്ത്രമായ രാഷ്ട്രത്തെ അവർ ഇന്ത്യയിൽ നിന്നും മുറിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രമായി സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഭാഗം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയെ പോലെയുള്ള റോയൽ ഇന്ത്യൻ നേവി കലാപം ഉണ്ടായിരുന്നു. 1946 ഫെബ്രുവരിയിൽ ബോംബെയിലാണ് ഈ റോയൽ ഇന്ത്യൻ നേവി കലാപം ഇന്ത്യയിൽ നടക്കുന്നത്. ഈ കലാപത്തിന്റെ ഫലമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ പൂർണ്ണമായ പരാജയത്തിലേക്ക് താങ്കൾ വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തുകയാണ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടിയിട്ട് ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.